ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നാടൻ മോരുകറി ആയാലോ? എന്നാൽ ഒരു നമുക്ക് മോരുകറി ഉണ്ടാക്കാം. നമ്മുടെ മോരുകറിക്ക് ആവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ്: തൈര് ഞാൻ മിക്സിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അടിച്ചു വയ്ക്കാനായിട്ട്, തേങ്ങ, മഞ്ഞൾ പൊടി, ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഞാൻ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്, അതും എടുത്ത് നമുക്കതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ തൈര് അടിച്ചെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ആ മിക്സിയിൽ ജാറിൽ തന്നെ തേങ്ങ, ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ജീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണേ. നന്നായി അരച്ചെടുത്തിട്ട് വരിക. നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വന്നതിന് ശേഷം നമുക്ക് തൈരിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 സ്പൂണ് ഉപ്പിട്ട് കൊടുത്തു. നല്ല പച്ച കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില വാടി വരുന്നതാണ് നമ്മുടെ മോര് കറിയുടെ പാകം എന്ന് പറയണത്. ഇതിലേക്ക് താളിക്കാനായിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഉലുവ എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. മോര് കറി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, തിളച്ച് പോകരുത്. ഇളക്കി നമ്മുടെ കറിവേപ്പില നന്നായി വാടി വന്നു കഴിയുമ്പോൾ അത് ഓഫാക്കി വയ്ക്കുക. താളിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഉലുവ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മോരുകറി സെറ്റായിട്ടുണ്ട്. അടിപൊളി മോരുകറിയും ബീഫും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി. ഓക്കെ, താങ്ക് യു.